നമസ്കാരം. കേറ്ററ്റ് 3യുടെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേറ്ററ്റ് പരീക്ഷയുടെ കണക്ക് ചോദ്യങ്ങൾ, ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ പല മേഖലകളെ സ്പർശിച്ചുകൊണ്ട് പലതരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. കണക്ക് പ്രധാന വിഷയമായിട്ട് എടുത്ത് പഠിച്ച ടെറ്റ് പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യങ്ങൾ അവർക്ക് പുതുമയുള്ളതായിരിക്കില്ല. പല ചോദ്യങ്ങളും അവരുടെ ദൈനംദിന ഗണിത അധ്യാപനത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായിരിക്കും. എന്നിരുന്നാലും ഉത്തരത്തിലേക്ക് ഒരു ടെറ്റ് പഠിതാവ് എത്തിച്ചേരേണ്ട, വളരെ എളുപ്പത്തിൽ എത്തിച്ചേരേണ്ട ചില മാർഗങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇവിടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്കൊന്ന് നമുക്കൊന്ന് കടക്കാം. ചോദ്യം വളരെ ലളിതമായൊരു ചോദ്യമാണത്. ഈ 4 എണ്ണത്തിൽ 2 പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്നതല്ല 2 പ്രൈം നമ്പേഴ്സിൻ്റെ സം ആയിട്ട് എഴുതാൻ പറ്റാത്തത് ഏത്? ഇതാണ് നമ്മുടെ ചോദ്യം. വളരെ ക്ലിയർ ആണ്. 2 പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റാത്തത് ഇതിൽ 63 ആണ്. എങ്ങനെ 67 ആണ്. 63 ഇതിനകത്തില്ലല്ലോ, ഞാൻ വായിച്ചതിൻ്റെ പ്രശ്നമാണ്. 67 ആണത്. അപ്പോൾ ഈ 67ലേക്ക് എങ്ങനെ എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആദ്യത്തെ 24ഉം 30യും 2 ഈവൺ നമ്പേഴ്സാണ്. 2 പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാനായിട്ട് നമുക്ക് വളരെ പരിചയമുള്ള പ്രൈം നമ്പേഴ്സാണ് അവ. ഇത് 19 + 5, ഇത് 23, ഇത് 23 + 7. ഇത് രണ്ടും ഈവൺ നമ്പർ, ഓഡ് നമ്പേഴ്സാണ്. അപ്പം തീർച്ചയായിട്ടും ആ പ്രൈം നമ്പേഴ്സിൽ ഒരെണ്ണം തീർച്ചയായിട്ടും ഓടായിരിക്കും. കാരണം ഒരേ ഒരു ഈവൺ പ്രൈമേ ഉള്ളൂ. ആ 2 ഉൾക്കൊള്ളുന്നതായിരിക്കണം ഇത് രണ്ടും. ഈ ഓഡ് നമ്പേഴ്സ് എഴുതുകയാണെങ്കിൽ, ഓഡ് നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതുന്നതെങ്കിൽ അതിൽ ഒരെണ്ണം 2 ആയേ പറ്റൂ. അപ്പോൾ 21 എന്നുള്ളത് 19 + 2 ആണ്. പക്ഷെ 67 നമുക്ക് അങ്ങനെ എഴുതാൻ സാധിക്കില്ല. കാരണം 67 എന്ന് പറയുന്നത് ഒരു നമ്പർ +2 ആണല്ലോ. അപ്പോൾ 65 + 2, ഈ 65 ഒരു പ്രൈം അല്ല എന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് നമുക്കിത് കടക്കാം. ഇത് ഒരു 3x3 ഗ്രിഡാണിത്. ഇത് 3x3 ഗ്രിഡ് എന്ന് വായിക്കും. ഇതൊരു 3x3 ഗ്രിഡാണ്. 3 റോകളും 3 കോളങ്ങളും ഉള്ള ഒരു ഗ്രിഡ്. ഗ്രിഡിൻ്റെ ഓരോ സമയതരങ്ങളുണ്ടല്ലോ, 1 സെൻറ്റിമീറ്റർ ആണ് വശം. AB എന്ന വരയുടെ നീളം കാണണം. ഈ A എന്ന് പറയുന്നത് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന, മുട്ടുന്ന ആ സർക്കിളിൻ്റെ അറ്റം ഇവിടെ നിന്ന് ഇവിടത്തോളമാണ്. അല്ലാണ്ട് കോർണർ, ഈ സ്ക്വയറിൻ്റെ കോർണേഴ്സ് അല്ല അത്. ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള നീളമാണ് AB. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ അത് നമുക്ക് √2 ആണെന്നറിയാം. പിന്നെ അതിന് മുകളിൽ ചെറിയൊരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള ഭാഗം എടുത്ത് താഴെ അതേ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടത്തോളം 2√2 ആണ്. ആ 2√2ൽ നിന്നും ഈ ഡയമീറ്റർ അങ്ങോട്ട് കുറച്ച് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ 1, 2√2 - 1. അങ്ങനെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 3 സർക്കിൾസ് ഉണ്ട്. സർക്കിൾസിനെ സെന്ററുകൾ ചേർത്ത് വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ ആണത്. സർക്കിൾസിന്റെ റേഡിയസ് 2, 3, 3 എന്ന് പറഞ്ഞാൽ 2 സർക്കിൾ ഒരേ വലുപ്പമുള്ളതാണ്. മറ്റത് അത് രണ്ടും 3 ആണ്. മൂന്നാമത്തെ ചെറിയ സർക്കിൾ അത് 2 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 5, ഇവിടുത്തെ സൈഡ് 5,
ദിസ് ഇസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണത്. അതിൻ്റെ പാദം ഇത് 6 ഇത് 5 ഇത് 6 സമപാർശ്വ ത്രികോണമാണ്. ഇങ്ങനൊരു വര കണ്ടാൽ തീർച്ചയായിട്ടും അത് 4 ആയിരിക്കും. അപ്പോൾ ഏരിയ ഹാഫ് 6 × 4 12 എന്ന് കിട്ടും ഏരിയ. അത് ക്ലിയർ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു സീക്വൻസിനെ കുറിച്ച് പറയുകയാണ്. ഈ സീക്വൻസിന് ഒരു പ്രത്യേകതയുള്ളത്, മൂന്നാമത്തെ ടേം മുതൽ ഉള്ള എല്ലാ ടേംസും അതിന് മുൻപുള്ള ടേംസിന്റെ ആവറേജ് ആയിരിക്കും. അതായത് മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ആദ്യത്തെ 2 ടേം എയും ബിയും, a+b/2 ആണ് മൂന്നാമത്തെ ടേം. a+b/2 ആണ് മൂന്നാമത്തെ ടേം. നാലാമത്തെ ടേമോ a+b+ ഇനി മൂന്നാമത്തെ ടേം 3 ഇതിന്റെ ആവറേജാണ്. അടുത്തതാകുമ്പോഴേക്കും 4 ടേംസിന്റെ നാലാമത്തെ ടേം ആകുമ്പോഴേക്കും 3 ടേംസിന്റെ ആവറേജ്, അഞ്ചാമത്തെ ടേം ആകുമ്പോൾ 4 ടേംസിന്റെ ആവറേജ്. ഇതൊന്ന് സിമ്പിളായിട്ടൊന്ന് കണക്ക് കൂട്ടിയാൽ മൂന്നാമത്തെ ടേം മുതലെല്ലാം a+b/2 തന്നെയാണ്. അതായത് 100th ടേം ഈസ് ഓൾസോ a+b/2. ദാറ്റ് ഈസ് a+b/2 ഈസ് ഈക്വൽ ടു 4. 100th ടേം ഈസ് 4. therefore a+b ഈസ് 8. അത് ആ സീക്വൻസിന്റെ ഒരു പ്രത്യേകതയാണ്. സീക്വൻസ് എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ പ്രത്യേകതയാണത്. അപ്പൊ ഇവിടെ x × y × z എത്ര? ഇതാണ് ചോദ്യം. ഇപ്പൊ 3 ഇക്വേഷൻസ് തന്നിരിക്കുന്നത് നമുക്ക് കണ്ടറിയാം, ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്തിട്ട് x × y × z, അപ്പൊ ഈ ആദ്യത്തെയും മൂന്നാമത്തെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും 2x = 4 എന്നും x = 2 എന്നും കിട്ടും. ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x = 4, x = 2 എന്ന് കിട്ടും. x 2 ആണെങ്കിൽ ഇവിടെ നോക്കൂ, x 2 ആണല്ലോ. അപ്പോൾ y + z = 1 - 2, അതായത് -1 എന്ന് കിട്ടും. y + z is -1. ഇവിടെ y - z എന്ന് പറയുന്നത് ഈ 2 ആണല്ലോ, ഇത് x, അപ്പോൾ ഇങ്ങോട്ട് 0 ആയി. അപ്പോൾ y + z × y - z, y + z is equal to -1, y - z is equal to 0. ഇത് സോൾവ് ചെയ്ത് എടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളത്. കാരണം 2y is equal to -1, y is equal to -half. y -half ആണെങ്കിൽ എന്തായിരിക്കും? z, y is -half. അപ്പോൾ z is equal to -1 - half minus y, -1 - half. Okay, that is -1 + half. ആൻസർ -half. അപ്പോൾ നമുക്ക് എക്സും വൈയും ഇസഡും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 × -1/2 × -1/2. ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് 1/2. ഇവിടെ മറ്റൊരു ചോദ്യത്തിനും കൂടി പ്രസക്തി ഉണ്ട് കേട്ടോ. അതായത് y + 2 - 1 ആണ്, y - 2 - 1 ആണ്. y² - z² എത്രയാണെന്ന് ചോദിച്ചാൽ 1 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y² - z² എന്ന് കിട്ടുമല്ലോ. അങ്ങനെയുള്ള ഒരു ചിന്തയും കൂടി ഇതിനകത്തുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. ഇതില് x - y എത്ര എന്നുള്ള ചോദ്യമാണ്. ചോദ്യം വ്യക്തമാണ്, വായിച്ചാൽ മനസ്സിലാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഈ 2 ഇക്വേഷൻസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അത് പ്രത്യേകിച്ച് പറയുന്നില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് xy + 2x = 100, xy + 2y = 60. therefore സബ്ട്രാക്ട് ചെയ്താൽ x - y = 20. വ്യക്തമാണത്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ
angle between minute hand and hour hand of a clock at 7:20. 7:20 ആകുമ്പോഴേക്കും മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ്. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 12 നിന്നും 20 എത്തുമ്പോൾ 1/3 ഓഫ് 360 ഡിഗ്രി, അതായത് 120 ഡിഗ്രി നീങ്ങിയിട്ടുണ്ടാവും. മിനിറ്റ് ഹാൻഡ് 12 നിന്നും 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് 20 മിനിറ്റ് കഴിഞ്ഞ് 4 എത്തുമ്പോഴേക്കും 120 ഡിഗ്രി, 1/3 ഭാഗം നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ഹാൻഡ് 6 നിന്നും കണ്ടോ 7 നിന്നും, അതായത് 7:20 ആണ്, 7 അവർ ഹാൻഡ്. 8 വരെയുള്ള ഗ്യാപ്പ് 30 ഡിഗ്രിയാണ്. ആ 30 ഡിഗ്രിയുടെയും 1/3 നീങ്ങിയിട്ടുണ്ടാവും, 10 ഡിഗ്രി നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും 10 ഡിഗ്രി പ്ലസ് പിന്നെ 7 മുതൽ 4 വരെയുള്ള 90 ഡിഗ്രി ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ നമുക്ക് 100 ഡിഗ്രി എന്ന് കൃത്യമായിട്ട് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 8ാമത്തെ ചോദ്യം. ഇതിൽ 3 കുത്തുകളുണ്ട്. 3 കുത്തുകൾ നേരെ ഇവിടെ താഴെ 3 കുത്തുകളുണ്ട്. ഈ ഡോട്ടുകളെ, ഈ പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട്, 3 പോയിന്റ്സുകളെ ജോയിൻ ചെയ്തുകൊണ്ട്, ഡയഗ്രാം ഇസ് ഡ്രോൺ ബൈ ജോയിനിങ് സ്ക്വയേഴ്സ്, ഈക്വൽ സ്ക്വയേഴ്സ് ആണ്. അത് ജോയിൻ ചെയ്തുകൊണ്ട് എത്ര റൈറ്റ് ട്രയാങ്കിൾസ് വരക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഇവിടെ 14 ആണ് അതിൻ്റെ ആൻസർ. 14 എങ്ങനെ എത്തുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ എണ്ണുന്നത് പോലെ എണ്ണിയാൽ മതി. ഇതും ഈ ഒന്നാമത്തെ ഈ പോയിന്റും ഇതും ഈ പോയിന്റും, ഈ 3 പോയിന്റുകളെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ട്രയാങ്കിൾ, അത് തൊട്ട് മുകളിൽ രണ്ടാമത്തത്. ഇനി ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തത്, അതിന് താഴെ. അപ്പം ഇവിടെ 4 ഇപ്പുറത്ത് 4, 4 4 8ആയി. ഇതുപോലെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ കാണാം, മുകളിൽ കാണാം. ഓക്കെ, ഇത് തിരിച്ചാവുമ്പോഴേ ഈ പോയിന്റും ജോയിൻ ചെയ്ത് അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ 2 അപ്പോൾ 2 + 2 4 ഇനി 2 റൈറ്റ് ട്രയാങ്കിളും കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയെന്നൊരു തിരിച്ചറിവാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. വളരെ സിമ്പിളായൊരു കാര്യമാണത്. അടുത്ത 2 റൈറ്റ് ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ഇങ്ങനെ ഈ 3 പോയിന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 90 ഡിഗ്രിയാണ്. കാരണം സ്ക്വയർ ആയതുകൊണ്ട് ഇത് 45 ആണല്ലോ. അത് തിരിച്ചും പറയാം, ഇങ്ങനെയും പറയാം. അങ്ങനെ നോക്കുമ്പോൾ 2 10 12 കണ്ടോ, 10 12 14 എണ്ണം നമുക്ക് കിട്ടും. അടുത്തത് 9ാമത്തെ ചോദ്യം. XYZ അരിത്തമാറ്റിക് സീക്വൻസിലാണെങ്കിൽ K എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. X - Y is minus common difference is equal to K into Z minus X. Z minus X is 2 common difference. Therefore K is equal to -half. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഒരു റെക്ടാങ്കുലർ ബോക്സ് നമുക്കറിയാലോ. ഇതാണ് റെക്ടാങ്കുലർ ബോക്സ്. ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ ഏരിയ XYZ ആണ്. അപ്പോൾ ലെങ്ത് LBH സൈഡ്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ LB is equal to Y, പിന്നെ BZ is equal to X, LH is equal to Z. അത് നമ്മൾ എടുക്കുന്നതനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ L² B² H² is XYZ, LBH all squared is equal to XYZ, LBH അതാണല്ലോ വോളിയം, √XYZ. ഇങ്ങനെ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. വളരെ ഏറ്റവും വേഗത്തിൽ, സ്റ്റെപ്പുകളൊന്നും എഴുതി നോക്കാനോ ഒരുപാട് ക്രിയകൾ ചെയ്യാനോ നമുക്കുള്ള സ്പേസും സമയവും ഒന്നുമില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു ഉത്തരം കണ്ടെത്തലാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്.
ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്.